ഹലോ, നമുക്കിന്നൊരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങൾക്കിത് എന്തിൻ്റെ തോരനാണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? ഇതൊരു സ്പെഷ്യൽ തോരനാണ്, നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയേക്കുന്നതിന്. ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ഫ്രൂട്ട്. പേര് പോലെ തന്നെ ഇതിന് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കിയേക്കുന്നത് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ അകത്തെ സീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പീനട്ട് ബട്ടർ ഫ്രൂട്ട് മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ സീഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫ്ലഷും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത് അകത്ത് കാണുന്ന പച്ച കളറിലുള്ള സീഡ്സ് വെച്ചിട്ടാണ്. ഈ പുറമേയുള്ള ഓറഞ്ച് ഭാഗത്തെ ഫ്ലഷ് വെച്ചിട്ട് നമ്മളൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലഷ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീഡ്സ് നമ്മൾ വേറൊരു ബൗളിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തേങ്ങായും നമ്മുടെ പച്ചമുളകും പിന്നെ ഇഞ്ചി പിന്നെ നമ്മൾ എടുത്തേക്കുന്ന കറിവേപ്പിലയുമാണേ, കൂടെ സവോള അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ച് മാത്രം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ആൻറ്റി ആയിട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ പീനട്ട് ബട്ടർ ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുകൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ നന്നായിട്ട് മൂത്ത് വന്ന ആ സവോളയിലേക്ക് ബാക്കി വെച്ചേക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 2 നീളമുള്ള പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേലും നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്ത് പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ അകത്തെ സീഡ്സ്, ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചതാട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് സീഡ്സ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് അരച്ച് ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. ഒരുപാട് അരഞ്ഞ് പോവേണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകുമേ. ഇനി നമുക്ക് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കിയിട്ടാട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സീഡ്സിന് കുറച്ച് വേവ് ഉള്ളതാട്ടോ, അതുകൊണ്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ സീഡ്സ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇളക്കി ഒന്ന് തോർത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഡിഷസ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും കൂടാതെ നമുക്കൊരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ടും നിങ്ങൾ മറക്കരുതേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.